ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു അലീസ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. ഫംഗ്ഷനുകളിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതുമായ അലീസയാണ് കേട്ടോ ഇത്. അലീസ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരുപാട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അലീസ തയ്യാറാക്കാനായിട്ട് ഞാനൊരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞിട്ടുള്ള ഗോതമ്പാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൊലിയൊക്കെ നീക്കിയിട്ടുള്ള ഗോതമ്പാണ്. ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കണേ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം, നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പം ഞാൻ 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം എന്താ എടുത്താണ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ഇരട്ടി വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഇതുപോലെ വലിയൊരു പീസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് എല്ലും കുറച്ച് നെയ്യൊക്കെ ഉള്ളൊരു പീസാണ് കേട്ടോ. എല്ല് നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നീക്കം ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി നേർമയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും 3 വെളുത്തുള്ളിയുടെ അല്ലിയുമാണ് എടുത്തത്. വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് പട്ട, 4 ഗ്രാമ്പു, 5 ഏലക്കായ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ കായ ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. വലിയ ഏലക്കായൊക്കെ ആണെങ്കിൽ ഒരു 2-3 ഒക്കെ മതിയാവും കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനിതാ ഒരു മുറി തേങ്ങ ചിരവിയെടുത്തിട്ട് അതിലേക്കത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 കപ്പ് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. 1-ാം പാലാണ് എടുത്തത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ 2-ാം പാലും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഓഫാക്കി വെച്ചതായിരുന്നു. 4 വിസിൽ വന്നതിന് ശേഷം ഇനി തുറന്ന് നോക്കാം കേട്ടോ. അത് നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിന് മുകളിലുള്ള ആ പട്ടയും ഇഞ്ചിയും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നെയ്യ് വേണമെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ചിക്കനൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ എല്ലൊക്കെ ഒന്ന് നീക്കിക്കളയാം. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ചിക്കന് നന്നായിട്ട് ഇതിൽ മിക്സ് ആയിക്കോളും, എല്ലിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ട്. അപ്പം ഞാനിതാ ഇതിൻ്റെ എല്ലൊന്ന് നീക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഇതിൻ്റെ പട്ടയും പൂവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പകുതി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് അരിഞ്ഞു പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഈ പട്ട പൂവൊന്നും കുടുങ്ങാതെ നോക്കണം. അപ്പോൾ ഇതൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് 2-ാം പാൽ, തേങ്ങയുടെ 2-ാം പാൽ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഏലക്കായ കുടുങ്ങിയിരുന്നു കേട്ടോ. ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരിഞ്ഞു പോയിട്ടില്ല കേട്ടോ, ചെറിയ തരികളോട് കൂടിയാണ്. ഇനി ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ പട്ടയുടെയൊക്കെ പീസുണ്ട് കേട്ടോ, ഞാനത് സെർവ് ചെയ്യുന്ന സമയത്തൊന്ന് മാറ്റി കൊടുക്കും. ഇതിൽ നിന്നും ആ പട്ടയും പൂവും ഒക്കെ മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ, 1 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കറക്റ്റ് 2 കപ്പാണ് കേട്ടോ വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അല്പം കൂടി ഉപ്പ് വേണം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാൻ, പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും, അപ്പം ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കണേ. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യട്ടെ. എന്താ ഞാൻ ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് ചൂട് നന്നായിട്ട് പോകുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് സവാളയുടെ പകുതിയായിരുന്നു നേരത്തെ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നന്നായിട്ട് നേർമയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഹൈറ്റ് ഫ്ലെയിമിലേക്കാക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനിതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് കുക്കറൊന്ന് തുറന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് വിളമ്പാം. അപ്പം ഞാനിത് ഫങ്ഷനിലൊക്കെ വിളമ്പാൻ പാകത്തിലുള്ളൊരു ട്രെയിലാട്ടോ വിളമ്പുന്നത്. അപ്പോൾ സെർവിങ് ട്രേയിലേക്ക് മുഴുവനായിട്ട് വിളമ്പിയതിന് ശേഷം നമ്മൾ സവാളയും നട്ട്സൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ളതിൻ്റെ നെയ്യ് ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് സവാളയും നട്ട്സും ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രം സവാള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്താതെയാവും. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ബൗളിൽ പഞ്ചസാര വെക്കാം കേട്ടോ. ഇനി നമുക്കിത് കഴിക്കാൻ ബൗളിലേക്ക് സെർവ് ചെയ്യാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫംഗ്ഷനുകളിലൊക്കെ പുഡിങ്ങിനെ പോലെ തന്നെ മെയിനായിട്ടുണ്ടാകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതും. ചെറു ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അലീസ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.